ഹായ് ഒരു 7 days ഹെയർ വാഷ് ചാലഞ്ച് ചെയ്തു റൈസ് വാട്ടർ വെച്ചിട്ട്. സോ അതിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ ഫൈനൽ റിസൾട്ടും ആണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഷാമ്പു ചെയ്തതിന് ശേഷം എന്താ പറയുക ഈ റൈസ് വാട്ടറിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ തലേന്ന് കുതിർത്ത് വെച്ച ഫെർമെൻറ്റഡ് റൈസ് വാട്ടറിൻ്റെ വെള്ളം എടുത്തിട്ട് തല വെച്ച് കഴുകി ഒരു 5 മിനിറ്റ് വെക്കും. അങ്ങനെ ഒരു 7 ദിവസം ഞാൻ ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ തുടക്കം മുതൽ ഉള്ള റിസൾട്ട് ആണ് കാണിക്കാൻ പോണത്. എല്ലാവർക്കും അറിയാലോ റൈസ് വാട്ടർ നമ്മൾ പണ്ട് മുതലേ എന്താ പറയുക DIY ഹെയർ കെയറിൽ പണ്ട് മുതലേ നമ്മൾ അമ്മമാരും പണ്ടത്തെ അമ്മൂമ്മമാരും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈവൻ ഇന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അതിന് സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ബട്ട് നമ്മുടെ ഹെയർ കുറച്ച് എന്താ ഒരു സ്മൂത്തും അതുപോലെ കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുറേ ഹെയർ പ്രോട്ടീൻ മാസ്ക്, നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രോട്ടീൻ മാസ്ക് ഒക്കെ ഇട്ട് നമ്മുടെ റൈസ് വാട്ടറും റൈസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അതിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ തല ഇതുപോലെ തന്നെ നോർമലി ഷാമ്പു ചെയ്തിട്ട് റൈസ് വാട്ടർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്തായിരുന്നു. പക്ഷേ എന്താ പറയുക, അതൊരു 5 മിനിറ്റ് വെച്ചിട്ട് ഡെയിലി 5 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യാറ്. ബട്ട് എനിക്കത് പ്രത്യേകിച്ചൊരു ചെറിയൊരു ഷൈൻ തോന്നിയെങ്കിലും കൈമലൊക്കെ ഇങ്ങനെ ഹെയർ തൊടാനായിട്ടൊരു സുഖം ഉണ്ടായിരുന്നു. ബട്ട് അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഹെയർ കുറച്ചും കൂടിയും ഒരു തൊടുമ്പോഴിങ്ങനെ ഭയങ്കര സ്റ്റിഫായ പോലെ തോന്നിയായിരുന്നു. ഭയങ്കര സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡേയിൽ ചെറുതായിട്ടൊരു ഷൈനി ഫീലിംഗ്, വളരെ ചെറുതായിട്ടൊരു ഹെയർ ഒന്ന് ഷൈനി ചെയ്യണ പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സെക്കൻഡ് ഡേ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സ്കാൽപ്പിൽ ചെറുതായിട്ടൊരു ഇച്ചിനെസ് പോലെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ പോലെ വാഷ് ചെയ്തപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഹെയർ കുറച്ചും കൂടിയും അല്ലെങ്കിൽ എൻ്റെ ഹെയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിക്കുമ്പോഴത്തേനും പൊട്ടണ ഒരു ഇതായിരുന്നു. അത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയ പോലെയോ കട്ടി വെച്ച പോലെയോ എന്തോ പെട്ടെന്ന് പൊട്ടാത്ത പോലത്തെ ഒരു ഇലാസ്റ്റിസിറ്റി കൂടിയ പോലെ ഫീൽ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ കുറച്ചും കൂടി ഷൈനി ആയിട്ടും, ഞാനിവിടെ വീഡിയോ കൊടുക്കുക, കുറച്ചും കൂടി ഷൈനി ആയിട്ടും പിന്നെ എന്താ പറയുക ആ ഒരു ഇച്ചിനെസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരു ഡ്രൈ സ്കാൽപ്പ് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ തൊടുമ്പോൾ പൊടി പൊടി പോലത്തെ വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നന്നായിട്ട് ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡേ 4 ആയിരിക്കുമ്പോഴത്തേനും എന്ന് പറഞ്ഞാൽ എഗെയിൻ കുറച്ചും കൂടി തൊടുമ്പോഴൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാറ്റമുണ്ടായിരുന്നില്ല, കുറച്ച് ഷൈനി കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ഹെയർ എൻഡിലൊക്കെ ഉണ്ടല്ലോ, എസ്പെഷ്യലി എൻ്റെ കേളി ഹെയർ ആയത് കാരണം ഇതിപ്പോൾ എന്താ പറയുക കുറച്ച് നാൾ മുന്നേ ജസ്റ്റ് ഒരു ബ്ലോ ഡ്രൈ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ടെക്സ്ചറിൽ ഇരിക്കുന്നത്. ശരിക്കും എൻ്റെ കേളി ഹെയർ ആണ്. അപ്പോൾ ഈ കേളി ഹെയർ ആയത് കാരണം തന്നെ നമ്മളിങ്ങനെ ഈ എഡ്ജസ് ഒക്കെ അല്ലേ, എഡ്ജസിലൊക്കെ ഒരുമാതിരി ഒരു വാക്സ് യൂസ് ചെയ്താൽ ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യത്തില്ലേ, അങ്ങനെ ഒരു ഫീലാണ് എനിക്കുണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഹെയർ വാഷ് മെത്തേഡ് കുറച്ചും കൂടുതലും സ്ട്രെയിറ്റ് ഹെയർ ഉള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ, കാരണം അവരുടെ ഹെയർ കുറച്ചും കൂടി സ്മൂത്ത് ആക്കാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഫിഫ്ത്ത് ഡേയിൽ എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ഡേ വാഷ് ചെയ്തിട്ട് ഇതാക്കുമ്പോൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മുടി ചീകുമ്പോൾ ബ്രേക്കേജ് അധികം സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. മുടി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചീകാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ മുടിക്കൊരു കട്ടി പോലെയായിരുന്നു. അത് തന്നെയായിരുന്നു 5ാമത്തെ ഡേയും. കുറച്ച് ഷൈനിങ് ഉണ്ടായിരുന്നു. അതുപോലെ മുടി പെട്ടെന്ന് ചീകി അധികം എന്താ പറയുക ഡീറ്റാങ്കിൾ ചെയ്യുമ്പോൾ ബ്രേക്കേജും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ എന്താ പറയുക ഹെയറിൻ്റെ വീഡിയോയിൽ എത്രത്തോളം ഷൈൻ ഉണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് 6ാമത്തെ ദിവസം ആയപ്പോഴത്തേനും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് ഫുള്ളറായിട്ട് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ റൂട്ട്സിൻ്റെ ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് കട്ടി വെച്ച പോലെ ഗ്രാജുവലി 6ാമത്തെ ദിവസമാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. മേ ബി ഗ്രാജുവലി അതൊരു കട്ടി വെച്ച പോലെ ഒരു ഫീൽ ചെയ്തായിരുന്നു. 7ാമത്തെ ദിവസം ഫൈനൽ ഡേയിൽ വാഷ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതുവരെയുള്ള ജേർണലിൽ നോട്ടീസ് ചെയ്ത കാര്യം ഞാൻ പറയേണ്ടത്, ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മുടി ഇച്ചിരി സ്ട്രെങ്തൻ ആയ പോലെ ഫീൽ ചെയ്തായിരുന്നു. റൂട്ട്സ് ഒക്കെ സ്ട്രെങ്തൻ ആയ പോലെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഫ്രിസ് കുറച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിസ് വളരെ നല്ല രീതിക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക ഒരു ആഡഡ് ഷൈൻ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ
എന്താ പറയാ, ഒരു കുറച്ചും കൂടി വോളിയമൈസ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കോൺസ് എന്ന് പറഞ്ഞ ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കേളി ഹെയർ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ഇത് കഴുകിക്കളയാനായിട്ട് ഭയങ്കര പാടാണ്. ഭയങ്കര വാക്സി വാക്സി ആ ഒരു ഇതൊക്കെയാണ്. 5th ഡേ ഒക്കെ ആയപ്പോഴത്തേനും അങ്ങനെ എനിക്ക് തോന്നി തുടങ്ങിയത്. പിന്നെ സ്കാൽപ്പ് ഇച്ചിനെസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് കേളി ഹെയറിനെക്കാട്ടി കൂടുതൽ എന്താ പറയാ ഹെൽപ്ഫുൾ ആവണത് സ്ട്രെയിറ്റ് ഹെയറിനാണ്. അവരുടെ ഹെയർ ആണ് കുറച്ചും കൂടി മീൻസ് വീഡിയോസിൽ കണ്ടിട്ടുള്ളതും കുറച്ചും കൂടിയും ഇങ്ങനെ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആവുകയും കുറച്ചും കൂടി ഒരു സ്മൂത്തൻ എഫക്റ്റ് കിട്ടുകയും ചെയ്യും. സോ എനിക്ക് തോന്നുന്നു കേളി ഹെയറുള്ള എല്ലാവർക്കും ഇത് ബെനിഫിഷ്യൽ ആവണമെന്നില്ല. എനിക്ക് നല്ല രീതിക്ക് ഡ്രൈ സ്കാൽപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വാക്സി കോട്ടിങ്, സ്റ്റിഫ്നെസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ എനിക്ക് ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പ്രോസും ഉണ്ടായിട്ടുണ്ട്. സോ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റിന് വേണമെങ്കിൽ 7 ഡേ ട്രൈ ചെയ്യാം. എന്നല്ലാണ്ട് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ്സ് ഒന്നും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് തോന്നണ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെങ്കിൽ ജസ്റ്റ് കമൻസ് ആയിട്ട് തന്നെ അറിയിക്കാം.